ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി. ഇനിയും ഭാവിയിൽ എനിക്ക് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇൻകം ടാക്സിൽ ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. കുറേ ഡെഫിനിഷൻസ് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ വേരിയസ് ടേംസ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ഇൻ ദിസ് ആക്ട് ഹാസ് ബീൻ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 3 and 2 of the Income Tax Act 1961. Some of the important terms are defined here. First one is assessment. Section 2, subsection 8. അപ്പോൾ നമ്മൾക്ക് സെക്ഷൻ 2 and 3 ഓഫ് ഇൻകം ടാക്സ് ആക്ടിലാണ് ഈ ഡെഫിനിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ ചിലപ്പോൾ 231, 28, സബ്സെക്ഷൻ 8, സെക്ഷൻ 2, സബ്സെക്ഷൻ 9 അങ്ങനെ പലതും ആയിരിക്കും. അതിൽ നമ്മൾ ഓരോ കുറേ ടേംസ് നമുക്ക് നമ്മളുടെ ഇതിനെ പറ്റിയ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഡെഫിനിഷനാണ് അസസ്മെന്റ്. സെക്ഷൻ 2, സബ്സെക്ഷൻ 8 ആണ് അതിനെ ഡിഫൈൻ ചെയ്യണ സെക്ഷൻ. അപ്പോൾ എന്താ അസസ്മെന്റ്? Assessment is the process of computation of total income of an assessee in the previous year and the determination of tax liability. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അസസ്മെന്റിൽ ചെയ്യുന്നത്. ഒന്ന്, അയാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അസസ്മെന്റിൽ ഡെഫിനിഷൻ. അപ്പോൾ അസസ്മെന്റ് പറയുന്നത് സെക്ഷൻ 2, സബ്സെക്ഷൻ 8 അസസ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ. അത് സ്ട്രെസ് ചെയ്യണം. ഇൻ ദ പ്രീവിയസ് ഇയർ പറയുമ്പോൾ നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 അപ്പോൾ പ്രീവിയസ് ഇയർ എന്താണ്? അതിന് മുമ്പത്തെ വർഷമാണ് നമ്മുടെ എന്ത് പ്രീവിയസ് ഇയർ 2019-2020. മനസ്സിലായോ? അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ലയബിലിറ്റി കാണണം. ടാക്സ് ലയബിലിറ്റി കാണാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലാബ് റേറ്റ് ഒക്കെ ഏതൊക്കെ കാറ്റഗറി പേഴ്സൺ പറഞ്ഞു, അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? ഇതാണ് അസസ്മെന്റ് എന്നുള്ള ഡെഫിനിഷൻ. അസസ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. അല്ലേ? അപ്പൊ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ ടോട്ടൽ ഇൻകം? അല്ലേ? 5 heads of income is, അല്ലേ? അറിയാം നമുക്ക്. ഏതൊക്കെയാണ് ഈ 5 heads of income? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്. ഈ 5 heads of income കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. ഡിഡക്ഷൻ പറയുന്നത് സെക്ഷൻ സി 80C to 80U ആണ്. അതൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം കിട്ടുന്നത്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ടാക്സ് ലയബിലിറ്റി കാണുന്നത്. ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാണും? ഞാൻ 3 കാറ്റഗറി ഓഫ് പേഴ്സൺസ് പറഞ്ഞു. 80 വയസ്സിന് മുകളിൽ, 60-80, 60 വയസ്സ് വരെ. അല്ലെ? ആ കാറ്റഗറിയിൽ ഞാൻ സ്ലാബ് റേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. ആ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ടാക്സ് ലയബിലിറ്റി കാണുന്നത്. ഇത്രയേ ഉള്ളൂ അസസ്മെന്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് അസസ്മെന്റ് ഇയർ. സെക്ഷൻ 2, സബ്സെക്ഷൻ 9. അസസ്മെന്റ് ഇയർ മീൻസ് ദ പീരീഡ് ഓഫ് 12 months commencing on first day of April every year and ending on 31st March of the next year. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ അസസ്മെന്റ് ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസത്തെ കാലാവധിയാണ്. അത് തുടങ്ങുന്നത് എപ്പോഴാണ്? 1st ഏപ്രിലാണ്. എൻഡ് ചെയ്യണത് 31st മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയറിലാണ്. അല്ലെ? നമ്മൾ എന്താ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടർ ഇയർ പറയുന്നത് ജാനുവരി ടു ഡിസംബർ ആണ്. പക്ഷെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1st ഏപ്രിൽ തൊട്ട് 31st മാർച്ച് വരെയാണ്. അപ്പോൾ ആ ഇയറിന് ചേഞ്ച് വരും. അതാണ് ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. നമ്മൾ ഏത് വർഷത്തിൽ പറയണോ ആ എവറി ഇയർ. പിന്നെ എൻഡ് ചെയ്യണത് എപ്പോഴാണ്? 31st മാർച്ച് ഓഫ് ദി നെക്സ്റ്റ് ഇയർ ആണ്. അതാണ് അവിടെ പറയാനുള്ളത്. അത് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അസസ്മെന്റ് ഇയർ പറയുന്നത് ഏതാണ്? 2020 to 2021. ഡേറ്റിൽ പറയുകയാണെങ്കിൽ 1st ഏപ്രിൽ 2020 to 31st മാർച്ച് 2021. ഇതാണ് നമ്മുടെ കറന്റ് അസസ്മെന്റ് ഇയർ. അപ്പോൾ an assessee is liable to pay, അല്ലേ, ടാക്സ് ഓൺ ദ ഇൻകം
അല്ലേ? ഏത് ഇൻകത്തിനാണ് ടാക്സ് കൊടുക്കുക? നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ കറണ്ട് അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അല്ലേ? പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ ഇൻകം ഏൺ ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അസസ്മെന്റ് ഇയറിൽ എപ്പോഴും ടാക്സ് കൊടുക്കുന്നത് അതിന് മുമ്പത്തെ വർഷത്തിൽ ഏൺ ചെയ്ത ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അസസ്മെന്റ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കില്ല. ഓൺലി പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടാക്സ് കൊടുക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. An assessee is liable to pay tax on the income of the previous year during the assessment year. അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അസസ്മെന്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9. It is a period of 12 months commencing on 1st day of April every year and ending on 31st March of the next year. Current assessment year is 1st April 2020 to 31st March 2021. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതേപോലെ എഴുതണം. ആ എക്സാമ്പിൾ കറണ്ട് അസസ്മെന്റ് ഇയർ വന്നിട്ട് എഴുതണം. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും വെച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്കൊന്നും ഈ സെക്ഷനിൽ എന്ത് പറയണോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി 2 ഡെഫിനിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ആരാണ് ഈ പേഴ്സൺ? ടാക്സ് ഈസ് പേയബിൾ ബൈ എ പേഴ്സൺ. ആരാ ടാക്സ് കൊടുക്കുന്നത്? പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ആരൊക്കെയെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. എൻ ഇൻഡിവിജ്വൽ, HUF പറഞ്ഞ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അല്ലെ? കാരണവന്മാരായിട്ട് കുറെ ബിസിനസ് ഇങ്ങനെ തുടങ്ങി വരും. അല്ലെ? അപ്പൊ അതിലൊരു കർത്തി ഉണ്ടാവും. അയാളാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. അല്ലെ? HUF. ദെൻ അടുത്തത് കമ്പനി, ഫേം, AOP or BOI, local authority, every artificial judicial person not falling with any of the preceding subclause. ഈ മുകളിൽ പറയാത്ത എല്ലാം. മുകളിൽ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ് പറഞ്ഞു? എത്ര എണ്ണം പറഞ്ഞു? 7 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ ഈസ് HUF, തേർഡ് വൺ കമ്പനി, ഫോർത്ത് വൺ ഫേം. അല്ലേ? പിന്നെ AOP or BOI. എന്താ AOP? അസോസിയേഷൻ ഓഫ് പേഴ്സൺ. BOI പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, വെദർ ഇൻകോർപ്പറേറ്റ് ഓർ നോട്ട്. എന്താ AOP, എന്താ BOI? അപ്പൊ നമ്മൾ BOI പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസ് മാത്രമായിരിക്കില്ല മെമ്പേഴ്സ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇൻഡിവിജ്വൽസ് മാത്രമായിരിക്കും അതിലെ മെമ്പേഴ്സ്. AOP പറയുമ്പോൾ അതിലെ മെമ്പർ ഇൻഡിവിജ്വൽ ആവാം, ഫേം ആവാം, HUF ആവാം, ഇതൊക്കെ ആവാം. മനസ്സിലായോ? അതാണ് നമ്മൾ മനസ്സിലായത്. എന്താ AOP ചോദിച്ച ഉത്തരം പറയണം. AOP ആരാണ്, BOI ആരാണ്? വെറുതെ വായോണ്ട് കേട്ടിട്ട് ഇരിക്കുകയല്ല, അത് നമുക്ക് ക്ലിയർ ആയി പറയാൻ അറിയണം. BOIയിലെ മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസ് മാത്രമേ ആവുള്ളൂ, വേറെ ആരും ആവില്ല. ഈ പറഞ്ഞ പേഴ്സണില് വേറെ ആരും ആവില്ല. ഓൺലി ഇൻഡിവിജ്വൽസ് മാത്രമേ അതിലെ മെമ്പേഴ്സ് ആവുള്ളൂ BOIയില്. പക്ഷെ AOPയിൽ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ ആവാം, ഫേം ആവാം, HUF ആവാം. അല്ലേ? അപ്പൊ നമുക്ക് അത് പറയാം. എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പറയണം എക്സാമ്പിൾസ്. അപ്പൊ അത് മനസ്സിലാക്കി പറയണം. പിന്നെ നമുക്ക് അടുത്ത് പറയുന്നത് ലോക്കൽ അതോറിറ്റി. ആരായി ലോക്കൽ അതോറിറ്റി? മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ് ഒക്കെ നമ്മുടെ എന്താണ്? ലോക്കൽ അതോറിറ്റിയാണ്. പിന്നെ എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അല്ലെ? മുകളിൽ പറയാത്ത എല്ലാവരും എവിടെ വരും? ഈ കാറ്റഗറിയിൽ വരും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ലൈക്ക് LIC, യൂണിവേഴ്സിറ്റി ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിൽ. മനസ്സിലായോ? ഇത്രയും ആൾക്കാരാണ് ഇതിൽ വരുന്നത്, പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. പേഴ്സണെ ഡിഫൈൻ ചെയ്യാൻ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഇതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. പേഴ്സണെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ ആരൊക്കെ വരും? അല്ലേ? ആരാ ഈ പേഴ്സൺ? ടാക്സ് കൊടുക്കണ എല്ലാവരെയും പറയണ പേരാണെന്ത്? പേഴ്സൺ. നമ്മൾ വേറൊരു പേര് അസസി പറയും. അസസി പറയണത് ഈ പേഴ്സൺ തന്നെയാണ്. ആരാണോ ടാക്സ് കൊടുക്കണം അവരെയാണ് അസസി അല്ലെങ്കിൽ പേഴ്സൺ എന്ന് നമ്മൾ പറയണത്. അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അതൊക്കെ തന്നെ ഓരോന്ന് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ അത് ക്ലിയർ ആക്കി പോയാലേ നമുക്ക് റെഡി. പിന്നെ സംശയം വരില്ല. ടാക്സ് വളരെ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ പഠിക്കണത് ഓരോ രീതിയിൽ പഠിക്കണോണ്ടാണ് നമുക്ക് ടഫാണെന്ന് നമുക്ക് തോന്നണത്. നമ്മളത് എടുക്കണത് ബേസിക് ക്ലിയറായി മനസ്സിലാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എടുത്ത് പഠിക്കണമെന്നില്ല. മറ്റുള്ള സബ്ജക്റ്റുകളെ മറന്നു ഇതൊന്നുമില്ല. ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം അല്ല, എല്ലാം ചെയ്യാൻ കിട്ടും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കാര്യങ്ങൾ. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ടാക്സ് ഈസ് പേയബിൾ ബൈ എ പേഴ്സൺ. പേഴ്സൺ ഇൻക്ലൂഡ്സ് ആരൊക്കെയാണ്? HUF, ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP or BOI, ലോക്കൽ അതോറിറ്റി,
എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ക്ലിയർ ആയോ? ഇതാണ് പേഴ്സന്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് ടേം അസസി. സെക്ഷൻ 2 സബ്സെക്ഷൻ 7-ലാണ് അസസിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജനറലി നമുക്ക് പറഞ്ഞ അസസി ആരാണ്? അസസി പേഴ്സൺ ആണ്. പേഴ്സൺ ആരാണ്? നമ്മുടെ മുകളിൽ പറഞ്ഞ 7 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ആര്? പേഴ്സൺ. അത് മനസ്സിലാക്കുക. ആ 7 കാറ്റഗറിയിലെ ആരായിക്കോട്ടെ, അവർ ആരാണോ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥൻ അവരെ നമ്മൾ എന്ത് പറയുന്നു? അസസി എന്ന് നമ്മൾ ജനറലി പറയുന്നു കേട്ടോ. അപ്പൊ അസസി ഇസ് എ പേഴ്സൺ ഹു ഹാസ് ലയബിലിറ്റി ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി അണ്ടർ ദിസ് ആക്ട്. ആരാണോ ടാക്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എനി അതർ സം ഓഫ് മണി, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ പെനാൽറ്റി ആയിരിക്കാം, ആരാണോ കൊടുക്കുന്നത് ഈ ആക്ട് പ്രകാരം ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? അസസി എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് ഇൻക്ലൂഡ്സ്. മനസ്സിലായോ? അതിൽ ഒരു മാർക്കിന് ചോദിച്ചാൽ ആ ലൈൻ എഴുതിയിട്ട് നമുക്ക് അവിടെ നിർത്താം. ഇനി ആൻഡ് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ 4 മാർക്കിന്റെ ഒരു അസസിയെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ 1 മാർക്കിന്റെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നവർക്ക് എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ലൈൻ എഴുതിയവനും നമ്മൾ കുറച്ച് മാർക്ക് നമ്മൾ കൊടുക്കും അല്ലേ. അപ്പൊ അതെന്താണ്? ആൻഡ് ഇൻക്ലൂഡ്സ് എന്ത് വരും? ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം ഓർ ദ അസസ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓർ എനി അതർ പേഴ്സൺ. അപ്പൊ അത് ഫസ്റ്റ് പോയിന്റ്. ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെ? ചിലപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ തന്നെ അയാളുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കുമായിരിക്കും. ഞാൻ ബിസിനസ് നടത്തുന്നത് എനിക്ക് ഇൻകം കിട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ ടാക്സ് കൊടുക്കണം, വേറെ ആരും വന്ന് ടാക്സ് കൊടുക്കില്ല. എനിക്ക് സാലറി ഏൺ ചെയ്ത നോൺ ടാക്സബിൾ ലിമിറ്റിൽ കൂടെ ഞാൻ തന്നെ ടാക്സ് കൊടുക്കണം അല്ലേ. അപ്പൊ ചിലപ്പോൾ ഞാനായിരിക്കാം, അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ചിലപ്പോൾ നമ്മൾ കമ്പനി സാലറി കൂടാണ്ട് അഡീഷണൽ ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണ്ടാവും അല്ലേ. ഫ്രീ കാറൊക്കെ തരും അല്ലെ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ തരും, ഇതൊക്കെ നമുക്ക് തരും. ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യണം, എത്ര ടാക്സ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഇതൊക്കെ സാലറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ പറഞ്ഞ അപ്പൊ അവിടെ പറയാൻ എന്തെങ്കിലും വേണ്ടേ അല്ലേ. അപ്പൊ നമുക്ക് അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പൊ അസസ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓർ എനി അതർ പേഴ്സൺ. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം? ടാക്സ് കൊടുക്കാം. ഒരു മൈനർ, ഗാർഡിയൻ ഓഫ് എ മൈനർ കുട്ടിയുടെ ടാക്സ് ആരാ കൊടുക്കുക? ഗാർഡിയനാണ് കൊടുക്കുക. മനസ്സിലായോ? അതാണ് എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പറയുന്നു, ഒന്നും കൂടി പറയുന്നു, ഇപ്പൊ തന്നെ പഠിച്ചോളാം. ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം ഓർ ദ അസസ്മെന്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓർ എനി അതർ പേഴ്സൺ. ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് വല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി, അത് എങ്ങനെ അസസ് ചെയ്യണമെന്ന് അതൊക്കെ നമുക്ക് ഓരോ സാലറി ഇതിൽ വരും. അതൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഇനി അതുപോലെ നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. സാലറി എനിക്ക് കിട്ടിയാൽ ഞാനാണ് നോൺ ടാക്സ് ലിമിറ്റഡ് കൂടെ ഞാനാ ടാക്സ് കൊടുക്കേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അല്ലേ. അല്ല എനിക്ക് ബിസിനസ് ആണെന്ന് വെച്ചാൽ ഞാൻ ബിസിനസ് നടക്കുമ്പോൾ ബിസിനസിന്റെ ഇൻകം അല്ലെ, അത് നോൺ ടാക്സബിൾ ലിമിറ്റിൽ കൂടെ ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഒന്നുമില്ല ഞാനായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഫെസിലിറ്റീസിനെ അസസ് ചെയ്യായിരിക്കാം, എന്തോ ആയിക്കോട്ടെ അല്ലെ. നമ്മൾ ടാക്സ് ഇതാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് പോയിന്റ്, ദി എമൗണ്ട് ഓഫ് ലോസ് സസ്റ്റെയിൻഡ് ബൈ ഹിം ഓർ ടു സച്ച് അതർ പേഴ്സൺ. എല്ലാ സമയത്തും ലാഭം തന്നെ ഉണ്ടാവും. ബിസിനസ് നടത്തിയ ലാഭം തന്നെ എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ ലോസും ഉണ്ടാവാം. ആ ലോസ് ആയിരിക്കണം എൻകർ ചെയ്ത് അയാളെ എന്ത് പറയും? നമ്മൾ അസസ് ചെയ്യണം. വേറൊരാൾക്ക് വേണ്ടി നമ്മളാണ് ടാക്സ് ഇതാക്കണ വെച്ചാൽ ആ സമയത്ത് ലോസ് കിട്ടിയാൽ അത് നമ്മൾ ആരാ കൊടുക്കേണ്ടത്? നമ്മൾ അല്ലേ. ലോസിന് നമ്മൾ കൊടുക്കുന്നില്ല, ടാക്സ് കൊടുക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആർക്കാണോ ലോസ് ഒക്കർ ചെയ്തിരിക്കുന്നത്? വേറൊരാൾ വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടാവാം അല്ലേ. അപ്പോൾ ലോസ്, അപ്പൊ എന്താ നമുക്ക് ഇവിടെ പറയണത്? ദി എമൗണ്ട് ഓഫ് ലോസ് സസ്റ്റെയിൻഡ് ബൈ ഹിം. ചിലപ്പോൾ ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കാം ലോസ് വരിക അല്ലെ. നമ്മളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഹൗസ് ഉണ്ടാണെങ്കിൽ നമ്മൾ ഒരു ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ആയിരിക്കും, വേറെ ഹൗസ് നമ്മൾ റെന്റിന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അന്ന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല, എല്ലാ പീരീഡിലും നമ്മൾ റെന്റിന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആവാം. എപ്പോഴും ഇൻകം ആവണമെന്ന് ഇല്ല. അതാണ് അവിടെ പറയണത്. അത് ഏത് ഹെഡിലെ ലോസ് ആയിക്കോട്ടെ, അത് അതർ സോഴ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിലാവട്ടെ, ലോസ് സാലറിയിൽ മാത്രം എന്ത് വരില്ല? ലോസ് വരില്ല. അത് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ കേട്ടോ. ദി എമൗണ്ട് ഓഫ് ലോസ് സസ്റ്റെയിൻഡ് ബൈ ഹിം ഓർ സച്ച് അതർ പേഴ്സൺ. സച്ച് അതർ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഓർത്തോളണം. വേറൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ടാക്സ് കൊടുക്കുക, മൈനർ പേഴ്സൺ. അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അയാൾ ലീഗൽ ഹെയർസ് ആണ് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യണത്? ടാക്സ് കൊടുക്കണത്. ഒരു ഫോറിനർ ഉണ്ട്, അയാളിൽ ഇവിടെ ഏജന്റിനെ വെച്ചിട്ടാവും. അപ്പോൾ അയാൾക്ക് വേണ്ടി ആരാണ് ഏജന്റാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക? അതാണ് സച്ച് അതർ പേഴ്സൺ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ദി എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം അല്ലെ. നമ്മൾ നമ്മുടെ സാലറി ഇൻകം റിട്ടേൺ ഒക്കെ ഫയൽ ടാക്സ് കൊടുക്കാനുള്ളത്. പക്ഷെ ആ കൊടുത്തത് ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റീഫണ്ട് കിട്ടണം. അതാർക്കാണോ റീഫണ്ട് കിട്ടുന്ന ആ വ്യക്തി അസസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണത്? പറയുന്നത്. ദി എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം ഓർ ടു സച്ച് അതർ പേഴ്സൺ. ദെൻ
അടുത്തത് ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. പിന്നെ അയാൾ എന്തായിട്ടാണ് പറയണത്? ഡീംഡ് അസസി ആയിട്ടാണ് പറയണത്. ഡീംഡ് അസസി പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മൈനർ അല്ലെ, ഗാർഡിയൻ ഓഫ് എ മൈനർ ആവാം. ദെൻ ഒരാൾ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ ഹെയർസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോറിനേഴ്സിന്റെ ടാക്സ് കൊടുക്കുന്ന ഏജന്റ് ആവാം, ആരായിക്കോട്ടെ ഡീംഡ് അസസി ആയിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ് ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട് അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ചിലപ്പോൾ അസസി ഇൻ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ആരാ ഡീഫോൾട്ട് വരുത്തുക? നമ്മുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ സാലറി ഇൻകത്തിന് നമ്മുടെ സാലറി തരുന്നതിന് മുമ്പേ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടാണ് നമുക്ക് സാലറി തരുന്നത്. പക്ഷെ അത് ഫെയിലിയർ വരുത്തുക, അത് പിടിക്കാൻ ഫെയിലിയർ എംപ്ലോയർ വരുത്തി കഴിഞ്ഞാൽ അയാളെ പറയും എന്ത് പറഞ്ഞു? അസസി ഇൻ ഡീഫോൾട്ട്. ആരാണോ ആ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത് അവരെ നമ്മൾ എന്ത് പറയണു? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് നമ്മൾ പറയുന്നു. ഇനി ഇതിൽ അസസി ഡീംഡ് അസസിയും അസസി ഇൻ ഡീഫോൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞ ശേഷം അല്ലെ, ആരാ അസസി? ഇൻ റെസ്പെക്ട് ഓഫ് whom any proceedings under this act has been taken for the assessment of his income or the assessment of fringe benefit or to such other person, the amount of loss sustained by him or to such other person. എല്ലാം കഴിഞ്ഞ ഒരു ഓർ ഉപയോഗിക്കണം കേട്ടോ. ആരെങ്കിലും ആവാം, അതിൽ ആരെങ്കിലും ആൻഡ് അല്ല, ഓർ ഇവരുടെ ഏതെങ്കിലും ആരായിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ എന്താ പറയണത്? അസസ് ചെയ്യണം. ഇനി ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം ഓർ ടു സച്ച് അതർ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ദെൻ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫാൾട്ട് അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദീസ്. ഇവരൊക്കെ എന്ത് പറയുന്നു? നമ്മൾ അസസി എന്ന് പറയുന്നു. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. 5 പോയിന്റ് ഉണ്ട് അസസിക്ക്. ഇത് ക്ലിയർ ആയി പഠിക്കുക. അസസി പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കുക, ഹു ഹാസ് ലയബിൾ ടു പേ എനി ടാക്സ് or any other sum of money under this act. Any other sum of money പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇൻട്രസ്റ്റ് കൊടുക്കുക, പെനാൽറ്റി കൊടുക്കുക എന്നൊക്കെ ഒരു ഓർമ്മ വരണം കേട്ടോ. അതാണ് അവിടെ അസസിയുടെ 5 പോയിന്റ്. ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യണം? ആരാണ് ഡീംഡ് അസസി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അസസി, അല്ലെങ്കിൽ ആരാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഡീംഡ് അസസി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അസസി എന്നാണ് നമ്മൾ പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ഓർ ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഈസ് നോൺ ആസ് ഡീംഡ് അസസി. ഒരു വ്യക്തി അല്ലേ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി. ഗാർഡിയൻ ഓഫ് എ മൈനർ, എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ഓർ ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ അല്ലേ. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ടാക്സ് കൊടുക്കണം അല്ലേ, വേറൊരു വ്യക്തിക്ക് വേണ്ടി ഞാനാണത് ചെയ്യണത്. ആരാ വ്യക്തി? എൻ്റെ മകൻ അല്ലേ. അപ്പോ ഗാർഡിയൻ ഓഫ് എ മൈനർ ഈസ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡീംഡ് അസസി. അല്ലെങ്കിൽ നമുക്ക് പറയാം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ ഹിസ് ലീഗൽ ഹെയർസ് ആണ് എന്ത് ചെയ്യണത്? ബാധ്യസ്ഥൻ. ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. ആ അസസിക്ക് വേണ്ടി ലീഗൽ ഹെയർസ് ടാക്സ് കൊടുക്കണം. ലുനാറ്റിക് പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോറിനർ ആണെങ്കിൽ ഒക്കെ ഞാൻ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾസ് പറയാം. പിന്നെ സെക്കൻഡ്, അതിന് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കും, ഹു ഈസ് ഡീംഡ് അസസി? റൈറ്റ് എനി 2 എക്സാമ്പിൾസ്. ഞാൻ അതിൻ്റെ നോട്ട്സ് ഒക്കെ ഞങ്ങളുടെ തരുന്നുണ്ട്, നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 4 മാർക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ അസസിയിൽ തന്നെ ഉള്ളിലുള്ള കാറ്റഗറി ഡീംഡ് അസസി എന്താ ചോദിക്കും സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അസസി ഇൻ ഡീഫോൾട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും ചോദിക്കും. അപ്പോൾ ആരാണ് ഡീംഡ് അസസി? വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദി ആക്ട് ഫെയിൽസ് ടു ഡു ഇറ്റ്, ഹി ഈസ് നോൺ ആസ് ദി അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ ആരാ വീഴ്ച വരുത്തുന്നത്? നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാതെ വീഴ്ച വരുത്തിയാൽ നമ്മളെ പറയുന്ന പേരാണെന്ത്? അസസി. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, an employer is liable to deduct tax at source on the payment of salary income of his employees. If he fails to do that, he is known as assessee in default. Clear ആയോ? ഇതാണ് അസസി ഇൻ ഡീഫോൾട്ട്. ആരാണോ ചെയ്യേണ്ട പണി ചെയ്യാതെ വീഴ്ച വരുത്തുന്നത് അവരെ പറയുന്ന പേരാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 4 ഡെഫിനിഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, നമുക്ക് അത് നെക്സ്റ്റ് ക്ലിപ്പിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മീ, ഷെയർ ദി ടോപ്പിക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.